പാഠം 454. ജയിച്ചും തോറ്റും ഒരു കളി. എന്താണ്? എവിടെ പോവാൻ? ഇവിടെ ഒരു വൈക്കോലുണ്ടല്ലോ, അവരുടെ അടുത്ത് എവിടെയെങ്കിലും വെച്ചാണ്. സത്യം പറഞ്ഞ ഈ വീട്ടിൽ ഒരു സാധനം വെക്കാൻ പറ്റില്ല. അവൾ അപ്പം എടുത്ത് മാറ്റും. എന്താ? കഴിഞ്ഞ കൊല്ലത്തെ മുഴുവൻ പോക്കുവരവിന്റെയും ഒരു പട്ടിക തയ്യാറായി കൊടുക്കാൻ തഹസിൽദാർ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി മെനക്കെട്ടിരുന്ന് ഞാൻ എഴുതി ഉണ്ടാക്കിയതാ. ഇപ്പൊ ആ ഫയൽ കാണാനില്ല. ഞാൻ ഇവിടെ വെച്ച ഫയൽ എവിടെ? എനിക്കറിയൂടാ. മോഹനയുടെ ഫയല് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ മോഹനയുടെ തന്നെ അന്വേഷിക്കണ്ടേ? എനിക്ക് അടുക്കള 100 വട്ടം പണി കിടക്കുക. നീ എടുക്കാതെ പിന്നെ എവിടെ പോനാ? ഞാൻ എടുത്തിട്ടില്ല മോഹനേട്ടാ. അപ്പുറത്തെ മേശപ്പുറത്തുണ്ടോ നോക്ക്. നീ എടുത്ത് കാണും. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഒരു കാര്യത്തിനും ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. കഷ്ടം. ഈശ്വര, ഇത് എവിടെ പോയി? ഇന്ന് വൈകുന്നേരത്തിനകം താലൂക്ക് ഓഫീസിലെത്തിയെങ്കിൽ പ്രശ്നമാവും. ഞാനത് എവിടെയാണല്ലോ വെച്ചത്, പിന്നെ അത് എവിടെ പോവാനാ? എന്താണ് ചിഹ്നം വിളിക്കുന്നത്? ആ ഫയൽ ഇവിടെ കാണുന്നില്ല. നീ എവിടെ കൊണ്ടുവച്ചു? ഞാൻ എടുത്തിട്ടില്ല എന്ന് മലയാളത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഇവിടെ എന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എനിക്ക് നേരമില്ല. അപ്പോഴല്ലേ മോഹനയുടെ ഫയൽ ബുക്ക് പിടിച്ചു ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഈ വീട്ടിൽ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അതിന് അപ്പോ ഈ വീട്ടിൽ വെച്ചൊരു സാധനം കാണാതെ പോയാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ 2-ൽ ഒരാൾ അതെടുത്തു. എന്തായാലും അതെടുത്ത ഞാനല്ല. അപ്പൊ നീ തന്നെയല്ലേ? എന്റെ മോഹനേട്ട, ഞാനത് എടുത്തിട്ടില്ല. മോഹനേട്ടൻ അത് എവിടെ വെച്ചു എന്ന് സമാധാനമായി ഒന്ന് ആലോചിക്കുക, എന്നിട്ട് അന്വേഷിക്ക്. ഇവിടെ എങ്ങും കാണുന്നില്ല. എന്നാ പിന്നെ അത് മാഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ അങ്ങ് പോവാണെ പോട്ടെ. അല്ലെങ്കിൽ വില്ലേജ് ഒരു ഫയലല്ലേ, അത് കാണാതെ പോയെന്ന് ഓർത്ത് ആകാശൊന്നും ഇടി വീഴാൻ പോകുന്നില്ല. അല്ല പിന്നെ നീ എന്താ പറഞ്ഞത്? വില്ലേജ് ഓഫീസിൽ ഒരു ഫയൽ കാണാതെ പോയാൽ ഒന്നും സംഭവിക്കില്ലെന്നോ? നിനക്ക് വില്ലേജ് ഓഫീസിനെ പറ്റി എന്തറിയാം? ഞങ്ങൾ അവിടെ തമാശ കളിക്കാതിരിക്കുകയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ വില്ലേജിൽ നടന്ന സകല പോക്കുവരവിനെ ലിസ്റ്റ് ആയിരുന്നു ആ ഫയലിൽ നല്ലേ പറഞ്ഞത്. അതങ്ങ് കാണാതെ പോയ പോട്ടെന്ന് വയ്ക്കണം. അത് കഴിഞ്ഞ് ഒന്നുകൂടി മെനക്കെട്ട് ആ ലിസ്റ്റ് ഒന്നുകൂടി ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. എന്റെ 2 ആഴ്ചത്തെ അധ്വാനമായിരുന്നു ആ ഫയൽ. അതിനറിയാമോ? നീ എടുത്ത് മനഃപൂർവ്വം കത്തിച്ചറിഞ്ഞാവും. നീ അത് ചെയ്യും. കാരണം നിനക്ക് വില്ലേജ് ഓഫീസിന്റെ വില അറിയില്ലല്ലോ. എന്ത് വില എന്നാണ്? കഴിഞ്ഞ വർഷം നടന്ന പോക്കുവരവ് ലിസ്റ്റ് അല്ലേ ആ ഫയലില്? പോക്കുവരവ് കഴിഞ്ഞതാണല്ലോ. ഇനി ആ ലിസ്റ്റ് ഉണ്ടായാൽ എന്താ, ഇല്ലെങ്കിൽ എന്താണ്? വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്നവർക്ക് വേറെ ഒരു പണി ഇല്ലാത്തത് കൊണ്ട് തഹസിൽദാർ വിളിച്ച് ഓരോരോ ജോലി കൊടുക്കും. കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങളുടെ ലിസ്റ്റ് എടുക്ക്. അത് ഇത് മറ്റേതെന്നൊക്കെ പറഞ്ഞ് ഇതൊരുമാതിരി പ്രൈമറി സ്കൂളിലെ പിള്ളേർക്ക് ഹോംവർക്ക് കൊടുക്കുന്ന പോലെയാ. ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യാതിരുന്നാൽ കാണാമായിരുന്നു. ഒരു പൗരന്റെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്നത് റവന്യൂ വകുപ്പാണ്. വില്ലൊക്കെ എവിടെ കൊണ്ടുപോയി കരമടക്കുമായിരുന്നു. കരമടക്കണ്ട, അത് ലാഭമുള്ള കാര്യല്ലേ? കരമടച്ചില്ലെങ്കിൽ നാട്ടിന് ആവശ്യമുള്ള കാശ് അവിടെ നിന്ന് കിട്ടും. നിന്റെയൊക്കെ കോടതി നടത്തിക്കൊണ്ടു പോകാനും ജഡ്ജിമാർക്ക് ശമ്പളം കൊടുക്കാനും സർക്കാർ എവിടെ പോകുമായിരുന്നു? തർക്കിച്ച് നിൽക്കാതെ എന്റെ ഫയൽ എടുക്കുക. എന്റെ മോഹനേട്ട, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മോഹനേട്ടനും മോഹനേട്ടന്റെ റവന്യൂ വകുപ്പും സകല കാര്യങ്ങളും ചിട്ടേ ചെയ്യുന്നവരല്ലേ? പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ബാക്കിയുള്ളവരെല്ലാം പറ്റിപ്പാണെന്ന് തോന്നും. പക്ഷേ മോഹനേട്ടനെയും മോഹനേട്ടന്റെ റവന്യൂ വകുപ്പിലെ മന്ത്രിയെയും വരെ നിലയ്ക്ക് നിർത്തി മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ കോടതി വേണമെന്ന് മാത്രം. എന്തായാലും കോടതിയിലോ വക്കീൽ ഓഫീസിലോ ഒരു പ്രധാന ഫയൽ അന്വേഷിച്ച് ഞാനിങ്ങനെ വീട്ടിലെ അടുക്കളയിലും ബാത്റൂമിലും ഒന്നും കയറി ഇറങ്ങില്ല. എന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യതയും അച്ചടക്കവും ഉണ്ട്. കാരണം എന്താ? എനിക്ക് ജോലി വില്ലേജ് ഓഫീസിലല്ല, അത്ര തന്നെ. ഞങ്ങളൊക്കെ വില്ലേജ് ഓഫീസിലാണോ കോടതിയിലാണോ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതെന്ന് നമുക്ക് അന്വേഷിക്കാം. നമസ്കാരമുണ്ട് സാർ. രാഘവൻ വൈദ്യന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്.
വൈദ്യർക്ക് അത് കിട്ടിയിട്ടെന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. ഞാൻ വൈദ്യരുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരുന്നില്ല എങ്കിലോ? അയ്യോ അത് വർത്താനോ സാറേ? അത് കിട്ടിയിട്ട് വേണം കെട്ടിട പണിയുടെ പെർമിറ്റിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ അയാൾക്ക് അപേക്ഷ കൊടുക്കാൻ. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അപേക്ഷിച്ചാൽ മതി. അയ്യോ അതെങ്ങനെ ശരിയാവും സാറേ? ഉത്തമ, ഇവിടെ ഒരു ഉണക്ക വക്കീലുണ്ടല്ലോ, അവള് പറയുക വില്ലേജ് ഓഫീസും അവിടെ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും കൊണ്ട് ഒരു കാര്യമില്ലെന്ന്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണ്. വില്ലേജ് ഓഫീസിൽ ഒന്നും കൃത്യമായി നടക്കുന്നില്ല. എല്ലാം ശരിയായി നടക്കുന്ന ഒരേ ഒരു സ്ഥലം കോടതി മാത്രമാണെന്ന്. ഉത്തമ പറയും, വില്ലേജ് ഓഫീസ് കൊണ്ടാണോ കോടതി കൊണ്ടാണോ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം? അല്ല അതിപ്പോ അങ്ങനെ ചോദിച്ചാ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നടത്താൻ വില്ലേജ് ഓഫീസർ വേണം. കോടതിയിലുള്ള ആവശ്യത്തിന് കോടതി തന്നെ വേണം. ആ സൈസ് മറുപടി ഇവിടെ എടുക്കില്ല. ഉത്തമം പറയണത് ഏതാണ് മനുഷ്യന് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന സ്ഥാപനം എന്നാണ്. അതിപ്പോ ഞാൻ എന്താ പറയാ, കൈവശാവകാശ സർട്ടിഫിക്കറ്റും കരം തീർന്ന രസീതും വേണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ തന്നെ പോണം. അതിനുണ്ട് കോടതി കിട്ടൂലല്ലോ. പക്ഷെ ഒരു തല്ല് കേസിൽ പോലീസ് പിടിച്ച ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കോടതി തന്നെ പോണം. അല്ലാതെ വില്ലേജ് ഓഫീസർ വിചാരിച്ചാ ജാമ്യം തരാൻ പറ്റൂലല്ലോ. അതായത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കരമടച്ച രസീത് തുടങ്ങിയ മാന്യമായ ആവശ്യങ്ങൾക്ക് നമ്മൾ എവിടെ പോകേണ്ടത്? തമ്മിൽ തല്ല്, കൊലപാതകം, പിടിച്ചുപറി, ബലാത്സംഗം തുടങ്ങിയ നാണകെട്ട പരിപാടികൾക്ക് നമ്മൾ എവിടെ പോകണം? കോടതി തന്നെ. എന്താ ഉത്തമത്തിനർത്ഥം? അങ്ങനൊരു അർത്ഥമില്ല. കോടതികളിൽ ക്രിമിനൽ കേസുകൾ മാത്രമല്ല സിവിൽ കേസുകളും വരാറുണ്ട്. നീതി കിട്ടാത്തവർക്ക് നീതി ലഭിക്കാനുള്ള സംവിധാനമാണ് കോടതി. എനിക്കിതുവരെ ഒരു കോടതിയുടെ സഹായം വേണ്ടി വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? സാർ ഒരു മാന്യനാണ്. എനിക്ക് ഇന്ന് വരെ ഒരു വില്ലേജ് ഓഫീസിന്റെ സഹായം ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാനും ഒരു മാന്യയാണ്. സ്വന്തം ഭർത്താവിന്റെ ആഫീസ് ഫയൽ എടുത്ത് ഒളിച്ചു വെക്കുന്നത്, എവിടുത്തെ മാന്യതയാണ്? ആ ഫയൽ ഞാൻ എടുത്തിട്ടില്ലെന്ന് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു മോനട്ടാ. മോഹനേട്ടൻ തന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടാവും. അത് എന്നെ കൊണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഒരു സാധനം അത് വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെക്കുന്ന ഒരാളാണ്. ഒരു സർക്കാർ ഫയലാകുമ്പോ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിച്ച് വെക്കും. അത് മാത്രമല്ല, ഒരു സാധനം ഒരിടത്ത് വെച്ചാൽ അത് എവിടെ വെച്ചു എന്നെനിക്ക് നല്ല ഓർമ്മ കാണും. ഫയൽ നീ എടുത്തു? ഞാൻ എടുത്തിട്ടില്ല മോഹനേട്ടാ. നീ എടുത്തോ? ഇല്ല, നീ പറഞ്ഞേ. നീ എടുത്തോ? ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഞാൻ ആ വൈദ്യരോടെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം കെട്ടിടം പണിഞ്ഞാ മതി എന്ന് പറയാല്ലേ? അല്ല, ഈ വഴക്ക് മൊത്തം തീർന്നാലേ വേറൊരു വിഷയം ചർച്ചയ്ക്ക് എടുക്കൂ. അപ്പൊ ഇതങ്ങ് നടന്നു പോട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോ ഞാൻ അതിന്റെ ഇടയെ കയറി ശല്യപ്പെടുന്നത് ശരിയല്ലല്ലോ. നടക്കട്ടെ സാറേ. എന്റെ അമ്പോ. ആ ഫയല് നാളെ രാവിലെ താലൂക്ക് ഓഫീസിൽ എത്തിക്കാനുള്ളതാണ്. ഇന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോ അത് ഇവിടെ കണ്ടില്ലെങ്കിൽ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. എന്റെ ഈശ്വര, ആ ഫയല് കത്തിപ്പോണേ. ഇതെന്ത് കഷ്ടമാ സാറേ. അറ്റാച്ച്മെന്റ് ഒഴിവാക്കി കോടതി വിധി വന്നിട്ട് മാസം 2ആയി. ഇപ്പോഴും കരമടയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ശങ്കരൻകുട്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അറ്റാച്ച്മെന്റ് ഒഴിവാക്കിയ കോടതിയുടെ പതിപ്പ് ഇവിടെ കിട്ടിയിട്ടില്ല. അത് കിട്ടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വലിയ കഷ്ടം തന്നെ. എനിക്ക് ഈ കരമടച്ച രസീത് കിട്ടിട്ട് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നിങ്ങളിങ്ങനെ കൈമലർത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? എന്താണ് പ്രശ്നം? എന്താ കാര്യം? എന്റെ സാറേ, ഈ ശങ്കരൻകുട്ടിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. എതിർകക്ഷി കോടതിയിൽ നിന്ന് അറ്റാച്ച്മെന്റ് വാങ്ങി. ശങ്കരൻകുട്ടി വക്കീലിനെ വെച്ചു കേസ് വാദിച്ചു, ജയിച്ചു. സത്യഭാമ വക്കീല ശങ്കരൻകുട്ടിക്ക് വേണ്ടി കേസ് വാദിച്ച്. കേസ് ശങ്കരൻകുട്ടിക്ക് അനുകൂലമായി വിധിച്ചിട്ട് മാസം 2 ശങ്കരൻകുട്ടി പറയുന്നത്. പക്ഷെ വിധിയുടെ പകർപ്പ് ഇവിടെ തന്നിട്ടില്ല. പകർപ്പ് കിട്ടാതെ നമുക്ക് അറ്റാച്ച്മെന്റ് ഒഴിവാക്കാൻ പറ്റുമോ? സാറേ, വക്കീൽ പറഞ്ഞു എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, നേരെ വില്ലേജ് ഓഫീസിലേക്ക് ചെന്നാൽ മതിയെന്ന്. ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നു അറ്റാച്ച്മെന്റ് ഇപ്പോഴും കൊണ്ട് കരമടയ്ക്കാൻ പറ്റില്ല എന്ന്.
ഞാൻ എന്ത് വേണമെന്ന് സാറ് എന്നെ പറ. ശങ്കരൻകുട്ടിയുടെ കേസ് വാദിച്ച വക്കീലിന് ഫീസ് കൊടുത്തായിരുന്നു? ഓ സാറേ, മുഴുവൻ കാശും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പോയ ആ വക്കീലിനോട് കാര്യം പറയും. കേസ് വാദിച്ച് ജയിച്ച വക്കീലിന് അറ്റാച്ച്മെന്റ് പകർപ്പ് ഇവിടെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ വക്കീലിനെ അതിന് കൊള്ളാത്തതിന് ഇവിടെ വില്ലേജ് ഓഫീസിൽ നിന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ? ഞാനിപ്പോ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നേരെ പോയി ആ വക്കീലിനെ 4 എണ്ണം പറയണം. കാശ് വാങ്ങിച്ചാൽ അവനവന്റെ ജോലി കൃത്യമായി ചെയ്യണമെന്ന് പ്രത്യേകം പറയണം. കോടതിയിൽ ഇരിക്കുന്നവരും വക്കീലന്മാരും കാണിക്കുന്ന തോന്നിയവാസത്തിന് വില്ലേജ് ഓഫീസിൽ നിന്ന് പരാതി പറയേണ്ട കാര്യമില്ല എന്നും പറയണം. കാരണം വില്ലേജ് ഓഫീസ് എന്നത് കൃത്യമായ ചിട്ടയിലും അച്ചടക്കത്തിലും നടക്കുന്ന ഒരു ഓഫീസാണ്, കോടതി പോലല്ല. ചെല്ല്. ശരി സാർ. ഇതെന്താ സാറേ, സ്വന്തം ഭാര്യയെ ചീത്ത വിളിക്കാൻ ആളെ പറഞ്ഞു വിടുന്നു? കോടതിയിലാണോ വില്ലേജ് ഓഫീസിലാണോ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നത് എന്നതിനെ പറ്റി ഒരു തർക്കമുണ്ടായിരുന്നു. ഇന്ന് ആ തർക്കം തീരും. ദൈവമാണ് ശങ്കരൻകുട്ടി ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആ ശിശുപാല സാർ, കഴിഞ്ഞ വർഷത്തെ പോക്കുവരവിന്റെ മൊത്തം പട്ടിക തയ്യാറാക്കി നാളെ തന്നെ താലൂക്ക് ഓഫീസ് കൊടുക്കണം. ഇന്ന് മുഴുവൻ നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി വരും. അല്ല സാർ, ആ പട്ടിക ഒന്ന് ശരിയാക്കിയതല്ലേ? ആ ഫയൽ കണ്ടില്ല. കണ്ടില്ലേ? എവിടെ പോയി? എന്ത് ചെയ്യാനാ? ഭർത്താവിനോട് വാശി തീർക്കാൻ ചില ഭാര്യമാർ ഭർത്താവിന്റെ ആഫീസ് ഫയൽ എടുത്ത് കത്തിച്ചെന്ന് വരും. അതുമല്ല, ഫയല് വക്കീൽ കത്തിച്ചതിന്റെ വാശിയില ശങ്കരൻകുട്ടിയെ വക്കീൽ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്. ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് പിഴച്ചു? ഓ, ഇനി ആ ലിസ്റ്റ് ഒന്നേന്ന് എഴുതി ഉണ്ടാക്കണം. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ വില്ലേജ് ഓഫീസറുടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടായെന്നിരിക്കും. എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോൾ നാട്ടുകാരുടെ മേക്കിട്ട് കയറാൻ പറ്റുമോ? അപ്പോൾ അത് സ്വന്തം ഭാര്യയുടെ അടുത്ത് ചെലവാക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ള ജോലി, അതിന്റെ കൂടെ വീട്ടു ജോലി മുഴുവനും ഞാൻ തന്നെ ചെയ്യണം. അതിനൊന്നും ഞാനൊരു പരാതിയും പറയുന്നില്ലല്ലോ. പക്ഷെ അതുകൂടി എന്നെ സമാധാനത്തോടെ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു ഫയല് കാണാതെ പോയാൽ അതൊന്ന് സമാധാനത്തോടെ നോക്കിയെടുത്തൂടെ? തനിയെ നോക്കിയപ്പോ കിട്ടാത്തത് കൊണ്ടാണല്ലോ ഭാമയോട് ചോദിച്ചത്. ശരി, അത് ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താ? ഞാൻ ഫയൽ എടുത്ത് എവിടെ ഒളിച്ചു വെച്ചു എന്ന്. എനിക്കതിന്റെ ആവശ്യം എന്താണ്? അത് കഴിഞ്ഞപ്പോ നേരെ എന്റെ തൊഴിലായി നോട്ടം. വക്കീലന്മാരെല്ലാം അച്ചടക്കമില്ലാത്തവരാണ്, ഒരു കാര്യം ശരിയായി ചെയ്യില്ല, കൃത്യനിഷ്ഠയില്ലാത്തവരാണ്, ആനയാണ് ചേനയാണ് എന്ന് തുടങ്ങി ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ വക്കീലന്മാരെ ചീത്ത വിളിച്ചു. അതിന്റെ കാര്യം ഇതാണ്. അതൊക്കെ വെറുതെ ദേഷ്യം വരുമ്പോ ജയിക്കാൻ വേണ്ടി പറയുന്നതല്ലേ, വിട്ടുകളാ. ഇത്രയും കാലം ഞാൻ വിട്ടുകളഞ്ഞു, ഇനി വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വക്കീലേ. ആ, എന്താ ശങ്കരൻകുട്ടി? ഇത് വലിയ കഷ്ടമാ വക്കീലേ. എന്റെ വസ്തുവിന്റെ മേലിലുള്ള അറ്റാച്ച്മെന്റ് ഒഴിവാക്കിയിട്ട് മാസം 2 ആയി. പക്ഷെ ഇന്ന് വില്ലേജ് ഓഫീസിൽ പോയപ്പോ മോഹനകൃഷ്ണ സാർ പറഞ്ഞു കരമടയ്ക്കാൻ പറ്റില്ല എന്ന്. കരമടയ്ക്കാൻ സമ്മതിച്ചില്ലേ? അല്ല, അതെന്താണ്? അറ്റാച്ച്മെന്റ് ഇപ്പോഴും ഉണ്ടെന്നാ സാർ പറയുന്നത്. കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വരാതെ ഒരു രക്ഷയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശങ്കരൻകുട്ടി? കോടതി ഉത്തരവിന്റെ പകർപ്പ് കോടതിയിലെ ക്ലാർക്ക് വാസന്തിയെ അന്നേ ഏൽപ്പിച്ചതാണ് ഞാൻ. വില്ലേജ് ഓഫീസിലേക്കും സബ് രജിസ്ട്രാർ ഓഫീസിലേക്കും പോകാനുള്ള ചെലവിനായി 300 രൂപയെ കൊടുത്തു. അതൊന്നും എനിക്കറിയേണ്ട വക്കീലേ. എനിക്ക് അറ്റാച്ച്മെന്റ് ഒഴിവാക്കി എങ്ങനെയെങ്കിലും കരമടയ്ക്കണം. വക്കീൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. സത്യഭാമേ, സർ, കോടതിയിലെ കടലാസുമായി വാസന്തി ചെന്നപ്പോ വില്ലേജ് ഓഫീസിൽ തിരക്കായിരുന്നിരിക്കാം. കടലാസ് വാങ്ങി വെച്ച് പിന്നെ എഴുതി ചേർക്കാമെന്ന് കരുതി കാണും. മറന്നിട്ടുണ്ടാവും. അതങ്ങനെയെങ്കിലും മറന്നാൽ എങ്ങനെയാ സർ? വില്ലേജ് ഓഫീസിലുള്ളവരൊന്നും സാധാരണക്കാരല്ലല്ലോ, ദൈവങ്ങളല്ലേ, ഒരു തെറ്റും പറ്റാത്തവര്. ഇത് ദൈവമായിട്ട് തന്ന അവസര സാറേ, ഇത് ഞാൻ വിടില്ല. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമ. കാന്തല്ലൂർ വില്ലേജ് ഓഫീസറാണോ സംസാരിക്കുന്നത്? ആണെങ്കിൽ പുളിക്കര ശങ്കരൻകുട്ടിയുടെ വസ്തുവിന്റെ മേലുണ്ടായിരുന്ന അറ്റാച്ച്മെന്റ് ഒഴിവാക്കി കോടതി വിധി വന്നിട്ട് മാസം 2 ആയി. അത് സബ് കോടതിയിലെ ക്ലാർക്ക് വാസന്തി
കഴിഞ്ഞ മെയ് മാസം 29-ാം തീയതി വില്ലേജ് ഓഫീസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പക്ഷേ തന്റെ പേര് രജിസ്റ്ററിൽ ഇപ്പോഴും അറ്റാച്ച്മെന്റ് കിടക്കുന്നു. അതെവിടുത്തെ ന്യായമാണ് സർ? ഇവിടെ ഒരു വാസന്തിയും ഒരു കടലാസ് കൊണ്ടുവന്നിട്ടില്ല. വെറുതെ വാശി പിടിക്കല്ലേ വില്ലേജ് ഓഫീസറെ. കോടതി ഉത്തരവിന്റെ പകർപ്പ് അവിടെ ഉണ്ട്. അത് വെച്ച് അറ്റാച്ച്മെന്റ് ഒഴിവാക്കി ഇന്ന് തന്നെ ശങ്കരൻകുട്ടിയുടെ കരം വാങ്ങി രസീത് കൊടുത്തില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ വിവരം അറിയും. അത് നമുക്ക് കാണാം. അഡ്വക്കേറ്റ് സത്യഭാമ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ്. അത് സാറിന് അറിയാലോ. ശങ്കരൻകുട്ടി നേരെ വില്ലേജ് ഓഫീസർക്ക് വിട്ടോ. വില്ലേജ് ഓഫീസർ കരം തീർത്ത രസീത് തരും. ശരി. എങ്ങനെയുണ്ട് സർ? രാവിലെ എന്റെ മെക്കിട്ട് കയറിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. എല്ലാം ചിട്ടയിൽ നടക്കുന്ന ഒരു ആപ്പീസ്. പറയുന്നു കേട്ടാൽ ലോകത്താകെയുള്ളത് ഒരു കാന്തല്ലൂർ വില്ലേജ് ആപ്പീസാണെന്ന് തോന്നുന്നു. ശങ്കരൻകുട്ടിയുടെ അറ്റാച്ച്മെന്റ് ലിസ്റ്റ് എന്റെ കോടതിയുടെ പകർപ്പ് ഇവിടെ എത്ര ദിവസമായി? നിങ്ങളടുത്ത് പുളിക്കുന്നോ? കിട്ടിയില്ല സാർ. ആര് പറഞ്ഞു? കോടതിയിലെ ക്ലാർക്ക് വാസന്തി അത് ഇവിടെ കൊണ്ടുവന്ന് തന്നു. നിങ്ങൾ അത് വാങ്ങി എവിടെയെങ്കിലും വെച്ചാണ്. ഒരു കോടതി ഉത്തരവിന്റെ പകർപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമാശയാണോ? ഞാൻ ഓർക്കുന്നില്ല സാർ, ഒന്ന് നോക്കട്ടെ. നോക്കട്ടെന്നോ? ഒരു കടലാസ് വന്നാൽ അതിന്റെ പേരിൽ അപ്പൊ നടപടി ഉണ്ടാകണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നല്ലേ. ഇതിപ്പോ നിങ്ങൾ എന്നെ മാറി കളഞ്ഞില്ലേ? ഇനി ഞാൻ വീട്ടിൽ സാറേ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ നോക്കിയെടുത്ത് തരാം. എടുക്കണം. ഉത്തരവ് നോക്കിയെടുത്ത് ശങ്കരൻകുട്ടി വരുമ്പോ കരം തീർത്ത രസീത് കൊടുക്കണം. വേഗം. ശരി സാർ. ശരി സാർ. നിങ്ങളെ കാരണം എന്നെ ആണല്ലേ പോകുന്നത്? കഷ്ടം. എടുത്തു വെക്കാം സാർ. ഒരു കടലാസൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് മറന്നിരിക്കും. ഒരു സർക്കാർ ഓഫീസായിരിക്കും, അതൊക്കെ സാധാരണ ആയിരിക്കും. അതെത്ര ചാടാതിരിക്കുന്നു? എങ്ങനെ ചാടാതിരിക്കും? ആ കടലാസ് ഇവിടെ കിട്ടിയില്ല എന്നും പറഞ്ഞ് വക്കീലിന്റെ തന്തയ്ക്ക് വിളിക്കാൻ കൊട്ടേഷൻ കൊടുത്തയച്ചിരിക്കല്ലേ. ഇന്ന് വക്കീൽ തിരിച്ച് എന്ത് പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോ അറിയാം, ചിലപ്പോ വലിച്ചു കയറി വക്കീൽ ചെവരി ഒട്ടിക്കും. ഇന്ന് രാവിലെ ആരാണെന്ന് കണിയേണ്ടത്? കണ്ടതവളെ തന്നെ. പിന്നെ അങ്ങനെ ശരിയാവും? കോടതി ഒരു കടലാസ് കൊണ്ടുവന്നിട്ട് ഇവർക്കൊക്കെ ഒരുമാതിരി പുള്ളര് കളി. ഈ നാട് എങ്ങനെ ശരിയാവും? ഈശ്വര, ഇത് ആ ഫയലല്ലേ? അതെ, പോക്കുവരന്റെ ലിസ്റ്റ് തന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അതിന് അപ്പോ ഈ വീട്ടിൽ വെച്ചൊരു സാധനം കാണാതെ പോയാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ രണ്ടിലൊരാൾ അതെടുത്തു. എന്തായാലും അതെടുത്ത ഞാനല്ല. അപ്പൊ നീ തന്നെയല്ലേ? ഓ, എന്റെ മോഹനേട്ട, ഞാനത് എടുത്തിട്ടില്ല. മോഹനേട്ടൻ അത് എവിടെ വെച്ചു എന്ന് സമാധാനമായി ഒന്ന് ആലോചിക്കുക, എന്നിട്ട് അന്വേഷിക്കുക. ഇന്നെന്റെ മാനം പോയത് എന്ന് ഭാമയോട് എന്ത് പറയും? സത്യഭാമേ, സർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എടുത്തു ചാടി മോഹനകൃഷ്ണനോട് ഒന്നും പറയണ്ടെന്ന്. എന്താ സർ? ശങ്കരൻകുട്ടിയുടെ അറ്റാച്ച്മെന്റ് ലിഫ്റ്റ് ചെയ്ത ഓർഡർ ഇതുവരെ നടത്തിയിട്ടില്ല. നടത്തിയിട്ടില്ലേ? ഇല്ല. വാസന്തിയുടെ മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു സാധനം. ഞാൻ ചോദിച്ചപ്പോ വാസന്തി പറയുവാ മറന്നുപോയെന്ന്. എന്റെ
ഈശ്വരാ, ഇത്രയും ദിവസമായിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ. കടലാസ് അവിടെ കിട്ടിയില്ല എന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞപ്പോ വാസന്തിയോട് ഒന്ന് ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കിയാൽ മതിയായിരുന്നു. ആ, വാസന്തി ഇപ്പൊ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുമായി വാസന്തി അവിടെ ചെല്ലുന്നതോടെ മോഹനകൃഷ്ണന് കാര്യം മനസ്സിലാവും. അപ്പൊ എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. കോടതിയിലെല്ലാം കൃത്യമായി നടക്കുന്നു മുദ്രാവാക്യം വിളിച്ചല്ലേ ഞാൻ. സാർ, ഒരാഴ്ചത്തെ ലീവ് കിട്ടുമോ? എന്തിനാ? നാട് വിട്ടു പോവാനാ. വേറെ ഒരു വഴിയില്ല എന്റെ മുന്നിൽ. എന്റെ ഈശ്വര, ഇന്ന് മോഹനേട്ടൻ എന്നെ മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കും. ആ വാസന്തി ഒറ്റ ഒരാൾ എല്ലാത്തിനും കാരണം. ഭാമേ, കോടതിയിൽ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടല്ല നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ അപ്പൊ അത് കേട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? പാവ ശങ്കരൻകുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ വില്ലേജ് ഓഫീസിനെ കണ്ടു പഠിക്കണം. എന്റെ ഭഗവാൻ, ഞാൻ എന്തു പറയും? എന്റെ ഈശ്വര, വരുന്നുണ്ടല്ലോ. ഒന്നും എന്റെ കുറ്റമല്ല. കോർട്ട് ഓർഡർ ഞാൻ വാസന്തി ഏൽപ്പിച്ചതാ. 300 രൂപയും കൊടുത്തു. എന്നിട്ടും അത് വാസന്തി കൊണ്ടുവരാൻ വൈകി. മോഹനേട്ടൻ പറഞ്ഞത് ശരിയാ. പല ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. അവരൊക്കെ കാരണം സത്യസന്ധരായ ബാക്കി ഉദ്യോഗസ്ഥന്മാരൊക്കെ ചീത്ത കേൾക്കേണ്ടി വരും. അല്ലെങ്കിലും അറ്റാച്ച്മെന്റ് ലിഫ്റ്റ് ചെയ്ത് ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയില്ല എന്ന് മോഹനേട്ടൻ ശങ്കരൻകുട്ടിയോട് പറഞ്ഞപ്പോ എനിക്കത് കേൾക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു പകരം ഞാൻ മോഹനേട്ടനെ ഫോണിൽ വിളിച്ച് വഴക്കുണ്ടാക്കി. എല്ലാം എന്റെ തെറ്റാ. മോഹനേട്ടനെ പോലൊരു ഉദ്യോഗസ്ഥന് അങ്ങനെയൊന്നും തെറ്റുപറ്റില്ല എന്ന് ഞാൻ ഓർക്കേണ്ടതല്ലായിരുന്നോ? ഇത്രയും കാര്യപ്രാപ്തിയോ ഓർമ്മശക്തിയുമുള്ള മോഹനേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതല്ലേ. സോറി മോഹനേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. പിന്നെ മോഹനേട്ടന്റെ ഫയൽ ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. അത് കണ്ടില്ല. സത്യമായിട്ടും ആ ഫയൽ ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്താലെന്ന് എനിക്കറിയാലോ. ഇതല്ലേ ആ ഫയൽ? ഇതെവിടായിരുന്നു? ആഫീസിലുണ്ടായിരുന്നു. ഇത് അവിടെ കൊണ്ടുവച്ച കാര്യം ഞാൻ മറന്നുപോയി. എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കൂ എന്നൊക്കെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇത് ഞാൻ വെക്കേണ്ടടുത്തല്ല വെച്ചത്. ചുരുക്കി പറഞ്ഞ നമുക്ക് രണ്ടുപേർക്കും കിട്ടാനുള്ളത് കിട്ടിയില്ലേ. പക്ഷേ നീ ഫോൺ ചെയ്ത് വഴക്കുണ്ടാക്കിയോണ്ടാ ഞാൻ മേശയുടെ അവിടെ ഇവിടെയൊക്കെ നോക്കിയത്. അന്വേഷിച്ച കോടതി ഉത്തരവാണെങ്കിലും കിട്ടിയതാ. നീ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് നഷ്ടപ്പെട്ടെന്ന് കരുതി ഇത് മൊത്തം രണ്ടാമത് എഴുതി ഉണ്ടാക്കേണ്ടി വന്നെ. അബദ്ധം പറ്റിയാണെങ്കിലും നീ വിളിച്ചതിന് നന്ദി. അപ്പോ ഇനിയൊരു പ്രശ്നം കൂടി ബാക്കിയുണ്ടല്ലോ മോഹനേട്ടാ. ഈ കോടതിയിലാണോ വില്ലേജ് ഓഫീസിലാണോ കാര്യങ്ങൾ കൃത്യമായിട്ടും ചിട്ടയായിട്ട് നടക്കുന്നത്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ ആ കാര്യങ്ങളും എല്ലായ്പ്പോഴും കൃത്യമായി നടക്കണമെന്നില്ലല്ലോ. നല്ല മത്സരമായിരുന്നു. രണ്ടുപേരും മനസ്സറിഞ്ഞ് കളിച്ചു നോക്കിയെങ്കിലും ഒടുവിൽ കളി സമനിലയിലായിപ്പോയി. ഈ രണ്ട് വിചിത്ര ജീവികൾ തമ്മിലുള്ള ഏത് മത്സരവും സമനിലയിലേ തീരൂ എന്ന് നാട്ടുകാർക്ക് നേരത്തെ അറിയാമെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്നതാണ് കഷ്ടം. എത്രയും പെട്ടെന്ന് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം.